യുഎസിലെ വിവിധ രൂപതകളിൽ ജെറിക്കോ പ്രാർത്ഥന നടത്തപ്പെട്ടു. പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പും കത്തോലിക്ക സഭയുടെ പ്രത്യേക നിയോഗങ്ങളും സമർപ്പിച്ചുള്ള ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് കാരിസ് ഇന്റർനാഷണലാണ് നേതൃത്വം നൽകിയത്. ഫ്രെസ്നോ, പ്യൂർട്ടോ ട്രെന്റൺ, ബാൽട്ടിമോർ, വാഷിംഗ്ടൺ DC, ഹാരിസ്ബർഗ് എന്നിവിടങ്ങളിൽ ജെറിക്കോ പ്രാർത്ഥന നടത്തപ്പെട്ടു. കൂടാതെ കാർട്ട്ഹേജ്, കാൻസാസ് സിറ്റി എന്നിവിടങ്ങളിലും പ്രാർത്ഥന നടത്തപ്പെടുന്നതാണ്. ഷെവലിയർ സിറിൽ ജോണാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. യുഎസ്എയിൽ മിസോറി സ്റ്റേറ്റിൽ കർത്താജ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ കഴിഞ്ഞ 45 ദിവസമായിട്ട് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന പ്രോഗ്രാമുകൾ നടത്തുന്നതിനും പ്രാർത്ഥന നയിക്കുന്നതിനും വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും എത്തിയതാണ്. ഞങ്ങൾ കാലിഫോർണിയയിൽ നിന്ന് ഫ്രെസ്നോയിൽ നിന്ന് തുടങ്ങി. അതിനുശേഷം പോർട്ടോറിക്കോ 2 ആഴ്ച ഉണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് ന്യൂജേഴ്സി ട്രെന്റണിൽ വന്നു. ട്രെന്റണിൽ നിന്ന് ബാൾട്ടിമോർ, മേരിലാൻഡിൽ പോയി. അവിടുന്ന് വാഷിംഗ്ടൺ DC, അവിടുന്ന് പെൻസിൽവാനിയയിൽ നിന്ന് ഇവിടെ മസൂറിയിൽ വന്നിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ സ്ഥലങ്ങളിലെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചത് യുഎസ്എയിൽ ഞങ്ങൾ പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. പ്രത്യേകിച്ച് ഞങ്ങൾ വാഷിംഗ്ടൺ DCയിൽ ജെറിക്കോ പ്രാർത്ഥന നടത്തിയിട്ട് ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടി പ്രാർത്ഥിച്ചു. വീണ്ടും ഞങ്ങൾ പെൻസിൽവാനിയയിൽ ഹാരിസ്ബർഗ് രൂപതയിൽ അങ്ങനെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ വളരെ ശക്തമായ സന്ദേശങ്ങളുണ്ടായിരുന്നു. ദൈവം, ഈശോ ഈ പ്രോസസ്സ് എല്ലാം ഏറ്റെടുക്കുകയാണെന്നും ഈശോ വലിയൊരു പെന്തക്കോസ്ത അനുഭവം നൽകുകയാണെന്നും നല്ല ഒരു പ്രസിഡന്റിനെ നൽകി USA അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വാഷിംഗ്ടൺ DCയിൽ ഞങ്ങൾ വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു. അവിടുത്തെ ക്യാപിറ്റൽ ബിൽഡിംഗ് പാർലമെൻറ്റ് ബിൽഡിംഗാണ്, അവിടെ പോയി പ്രാർത്ഥിച്ചു. അപ്പം അതിനുശേഷമാണ് ഞങ്ങൾ ഹാരിസ്ബർഗിൽ പോകുന്നത്. ഹാരിസ്ബർഗ് പെൻസിൽവാനിയ സ്റ്റേറ്റിലാണ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, ജെറിക്കോ പ്രാർത്ഥന നടത്തി. ജെറിക്കോ പ്രാർത്ഥന ഞങ്ങളുടെ 4:45 ആയപ്പോഴത്തേനും തീർന്നു. 6:11 ഫോർമർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഉള്ള ബുള്ളറ്റ് ആക്രമണം നടക്കുന്നത്. അത്ഭുതകരമായി പ്രസിഡന്റ് രക്ഷപ്പെട്ടു. ഇപ്പം ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ പോലും ആകുന്നതിന് മുമ്പാണ് ഈ അറ്റാക്ക് നടക്കുന്നത്. ശരിക്കും വളരെ അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങൾ ഇടപെട്ട് ആ ബുള്ളറ്റിനെ തെറിപ്പിച്ചു കളഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പം അങ്ങനെ വലിയൊരു അത്ഭുതത്തിന് സാക്ഷിയാകാൻ ഇവിടെ സാധിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിൽ വിശ്വാസികൾ സജീവമായി ജെറിക്കോ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ജൂലൈ 10 വാഷിംഗ്ടൺ അതിരൂപതയിലെ ഹാറ്റ്സ്വില്ലെ സെന്റ് മാർക്സ് ഇടവകയിൽ നടന്ന ജെറിക്കോ പ്രാർത്ഥനയിൽ 320 വിശ്വാസികളാണ് പങ്കെടുത്തത്. പ്രസ്തുത ജെറിക്കോ പ്രാർത്ഥനയിൽ അടുത്തുവരുന്ന പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിനെയും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ദൈവാത്മാവ് രാജ്യത്തിന്റെ ഭാവി ഏറ്റെടുക്കുന്നതായും പുതിയൊരു പെന്തക്കോസ്തയ്ക്കായി അമേരിക്കയെ ഒരുക്കുന്നതായുമുള്ള സന്ദേശങ്ങളും ലഭിച്ചതായി ഷെവലിയർ സിറിൽ ജോൺ വ്യക്തമാക്കി. ശേഷം ജൂലൈ 12, 13 തീയതികളിൽ ഹാരിസ്ബർഗ് രൂപതയിലായിരുന്നു ജെറിക്കോ പ്രാർത്ഥന നടത്തപ്പെട്ടത്. വജ്രശുശ്രൂഷയോടെ ആരംഭിച്ച ജെറിക്കോ പ്രാർത്ഥന 7 തവണ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തോടെയാണ് സമാപിച്ചത്. പ്രസ്തുത രൂപതയും പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിനെയും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഏകദേശം 4:45 ദിവ്യകാരുണ്യ ആശീർവാദവും നടന്നിരുന്നു. ഇതിനെല്ലാം ശേഷം 6:11 പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം നടക്കുന്നതും ചെറിയൊരു പരിക്കോടെ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.